ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗോതമ്പ് പൊടിയും പഴവും ചേർത്തിട്ട് ഒരു സ്നാക്ക് റെഡിയാക്കാം. ഞാനിവിടെ ഒരു 12 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ശർക്കര ചേർക്കാം. ഞാൻ പൊടിയായിട്ടുള്ള ശർക്കരയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് ഈ ശർക്കരയുടെ ക്വാണ്ടിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ആവശ്യമായ ഉപ്പ്. ഇത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്കും ജീരകവും കൂടെ പൊടിച്ചോ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം. ഇത് കുറച്ച് ഇല എടുത്തിട്ടുണ്ട്, വാഴയില എടുത്തിട്ടുണ്ട്. ഇത് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു കുമ്പിൾ പോലെ കുത്താം. അതുപോലെ തന്നെ ഇവിടെ ഒരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഈ ലീഫ്, ഈ വാഴയിലയുടെ ഈ ചെറിയ പീസ് ഒരു കുമ്പിൾ പോലെ ഇങ്ങനെ കുത്താം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ബാറ്റർ ഫില്ല് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് അടയ്ക്കാം. ഇനി നമുക്ക് ഈ സ്റ്റീമറിനകത്തോട്ട് വെച്ച് എല്ലാം ഇതുപോലെ ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ആ ബാറ്ററെല്ലാം ഈ ബനാന ലീഫിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റീമർ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും ചേർത്തിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വഴനയില ഉണ്ടെങ്കിൽ വഴനയിലയിലും നമുക്കിങ്ങനെ തന്നെ ചെയ്യാം. Thank you for watching. Try it and enjoy.